ഇന്നത്തെ മലയാള മനോരമ ദിനപത്രം എന്ന് വെച്ചാൽ 2026 മെയ് 16 മലയാള മനോരമ ദിനപത്രം. പത്രത്തിൻ്റെ ഒന്നാം പേജിലെ ഒന്നാമത്തെ വാർത്ത തലക്കെട്ട് ഇങ്ങനെയാണ്: തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുക പൂർണ്ണ മന്ത്രിസഭ. അത് നമുക്ക് സഹിക്കാം. അതിനുശേഷമാണ് ഏറ്റവും രസകരമായ തലക്കെട്ട്: അതിവേഗം പുതുഭരണം. ഇതാണ് പ്രധാന തലക്കെട്ട്. അതിനുശേഷം പറയുന്നു: മന്ത്രിമാരുടെ പട്ടിക നാളെ ഗവർണർക്ക് നൽകാൻ ആലോചന. സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ജൂൺ 5 എന്ന്. 29 നയപ്രഖ്യാപനം എന്ന വാർത്ത വന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്. അതിനുശേഷം ജൂൺ 5 തിരുത്തൽ ബജറ്റ് അവതരിപ്പിക്കും. നേരത്തെ ബജറ്റ് അവതരിപ്പിച്ചത് LDF സർക്കാരാണ്. മുൻ സർക്കാരിൻ്റെ തുടർച്ചയാണ് പുതിയ സർക്കാർ. എങ്കിലും ആ ബജറ്റിൽ ചില തിരുത്തലുകൾ വരുത്താൻ കഴിയും. അങ്ങനെ ഒരു തിരുത്തൽ ബജറ്റ് അവതരിപ്പിക്കും ജൂൺ 5 എന്നാണ് മലയാള മനോരമ പറയുന്നത്. പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് ഈ മാസം 21 22 സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. 29 നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 5 ബജറ്റ്, തിരുത്തൽ ബജറ്റ്. ഇതാണ് ഒന്നാം പേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതിൽ ഏറ്റവും രസകരവും കൗതുകവും അതിവേഗം പുതുഭരണം എന്ന് പറഞ്ഞതാണ്. വെള്ളപൂശുന്നതിൽ തെറ്റില്ല, അതിനൊരു മര്യാദയൊക്കെ വേണ്ടേ എന്ന് ചോദിക്കാറില്ലേ? അതുപോലെയാണ് ഈ അവസ്ഥ. അല്പമെങ്കിലും മര്യാദയൊക്കെ വേണ്ടേ എന്ന്. എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നത്? 4 തീയതിയാണ്, മെയ് 4. അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കേരളത്തിൽ നടന്ന തലസ്ഥാനത്തും ഇന്ത്യയുടെ തലസ്ഥാനത്തുമൊക്കെ നടന്ന തമ്മിലടികളുടെ വാർത്തകൾ നാം കണ്ടതാണ്. 11 ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞത്. മാരത്തോൺ ചർച്ചകളായിരുന്നു, വലിയ വടംവലികളായിരുന്നു, ഘടകകക്ഷികളുടെ സമ്മർദ്ദമുണ്ടായിരുന്നു. പുതിയ നേതാവ് ആരാകണം എന്ന തീരുമാനത്തിലെത്താൻ 11 ദിവസമെടുത്തു കോൺഗ്രസിന് എന്നോർക്കണം. അതൊക്കെ കഴിഞ്ഞ് ഇതാ ഇപ്പോൾ മലയാള മനോരമ കൊടുക്കുന്ന തലക്കെട്ടാണ് അതിവേഗം പുതുഭരണം എന്ന്. ഇതിനു മുമ്പ് തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ സർക്കാർ അധികാരമേൽക്കേണ്ട ദിവസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും മലയാള മനോരമ പറയുന്നത് അതിവേഗമാണ് പുതിയ ഭരണം വരുന്നത് എന്ന്. കഴിഞ്ഞ തമ്മിലടികളൊക്കെ അങ്ങ് മാറ്റിവെക്ക്, അതൊക്കെ മറന്നേക്കൂ. ഇനിയാണ് പുതിയ ഭരണം വരാൻ പോകുന്നത് എന്ന്. പുതിയ ഭരണം അതിവേഗം വരും എന്ന് പറയുന്നു. വരുമോ എന്ന ചോദ്യവും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇതുവരെയും ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിമാരെ നൽകണം എന്നത് സംബന്ധിച്ച് തീരുമാനമെത്തിയിട്ടില്ല. മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത് 5 മന്ത്രിമാരും അതോടൊപ്പം ക്യാബിനറ്റ് പദവിയുള്ള ഒരു സ്ഥാനവുമാണ്. നൽകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം എത്ര നൽകണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. 2 മന്ത്രിമാരെ വേണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. 7 MLA മാരുണ്ട്. 1 MLA-യും 2 MLA-യും ഒക്കെയുള്ള കക്ഷിക്ക് 1 മന്ത്രിസ്ഥാനം നൽകുന്നു. 7 MLA ഉള്ള കക്ഷിക്ക് 1 മന്ത്രിസ്ഥാനമോ അത് പോരാ, 2 മന്ത്രിസ്ഥാനം നൽകണം എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആവശ്യം. തീരുമാനമായിട്ടില്ല. അതിനുശേഷമാണ് വകുപ്പ് ആർക്കൊക്കെ എങ്ങനെയൊക്കെ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കേണ്ടത്. അതിലും തീരുമാനമായിട്ടില്ല. എന്ന് വെച്ചാൽ അടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 1ാം ലഹള മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ 2ാം ലഹള മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്, 3ാം ലഹള വകുപ്പിന് വേണ്ടിയിട്ടാണ് എന്നതാണ് വരാൻ പോകുന്നത്. അത് ഇതുവരെയും എത്തിയിട്ടില്ല. അതിനിടയിലാണ് കോൺഗ്രസിനകത്ത് രമേശ് ചെന്നിത്തല ഉയർത്തിയിരിക്കുന്ന അതൃപ്തി. അത് പരിഹരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് അതിവേഗം പുതുഭരണം എന്ന് പറഞ്ഞ് വെള്ള പൂശുന്നത് മലയാള മനോരമ. വെള്ള പൂശുന്നതിനും വേണ്ടേ ഒരു മര്യാദയൊക്കെ എന്നാണ് മലയാള മനോരമയോട് ചോദിക്കേണ്ടി വരുന്നത്.